ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തു മാറ്റമാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ്, Queen of Wands, Knight of Cups, Strength, Hermit, King of Cups, Ace of Pentacles. This first 7 of Pentacles പറയുന്നത് നമുക്ക് ധനപരമായിട്ട് ഒരു ജോലി നമ്മൾ സ്ഥിരമായ ഒരു റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എന്താണ് വേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇരിക്കാം. ജോലിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയും അതിനുവേണ്ടി എന്താ മാർഗനിർദ്ദേശങ്ങൾ എടുക്കേണ്ടതെന്ന് ആലോചിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി പുരോഗതിയിലേക്ക് പോകാൻ എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ടെമ്പറൻസ് ആകുമ്പോൾ ഇത് സാധാരണ ജീവിതം താളം തെറ്റിയതിന് ശേഷം കാണപ്പെടുന്നൊരു കാർഡാണ്. ഒരു ജീവിതം ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയത്ത് അത് തൊഴിൽപരമായിട്ടായാലും ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുക, പിന്നെ ധനപരമായിട്ട് ഒക്കെ സൂക്ഷ്മമായി നിയന്ത്രിച്ചിട്ട് അതിൽ പോവുക. പിന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്നേഹബന്ധങ്ങളുണ്ടെങ്കിൽ അത് ആ ഒരു രണ്ട് ചിന്താഗതികളാണെങ്കിലും അതിലൊരു സ്നേഹബന്ധം ഉടലെടുക്കും, വ്യക്തികൾ തമ്മിലുള്ളതാണെങ്കിൽ. പിന്നെ വിവാഹം നോക്കുന്നവർ ഉണ്ടെങ്കിൽ അതിൽ അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ വിവാഹം സാധ്യമാവാൻ ഉള്ളൊരു ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സ് പറയുന്നത് അതിൽ ഒരു നേതൃപാടവത്തോടെ ഇരിക്കുന്നൊരു വനിതയാണ്. നമ്മുടെ തൊഴിലിടത്തായാലും കുടുംബത്തിലായാലും എവിടെയായാലും അവിടെ ഒരു നേതൃത്വം വഹിച്ച് ഒരു എന്തെങ്കിലും പൂർത്തിയാക്കുന്ന സംരംഭക എന്ന നിലയിൽ വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു സക്സസ്സിലേക്ക് എത്തുന്ന ഒരു വനിതയാണ്. അപ്പോൾ അത് ചിലർക്കൊക്കെ ആ ഒരു മാറ്റം ജീവിതത്തിൽ ഇപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയോടെ നമ്മുടെ ആ ഒരു സ്നേഹബന്ധത്തെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. അതിലെല്ലാം എപ്പോഴും സൗമ്യമായിട്ടും നല്ല സഹകരണ മനോഭാവത്തോടെ ആ സ്നേഹബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ ഈ കാർഡ് ഉപദേശിക്കുന്നു. സ്ട്രെങ്ത്ത് നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നേരിടുന്നത് ശക്തി കൊണ്ടായിരിക്കില്ല, ബുദ്ധി കൊണ്ട് ആയിരിക്കാം. നമ്മൾ എന്ത് പ്രശ്നങ്ങളായാലും സൗമ്യമായിട്ടും അതിനെ നല്ല രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനെ മുന്നോട്ട് എന്ത് പ്രതിബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളെ നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഈ കാർഡ് പറയുന്നു. സാമ്പത്തികമായിട്ട് അച്ചടക്കം ഉണ്ടാവേണ്ട ആവശ്യകതയും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ഇതാണ് ഇത് കാണിക്കുന്നത്. ഹെർമിറ്റ് ആകുമ്പോൾ നമ്മുടെ പ്രക്ഷുബ്ധമായ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് നമ്മളൊരു ആത്മീയമായ ചിന്തയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നമ്മൾക്ക് കൂടുതലും നമ്മളെ ഹീൽ ചെയ്യുന്നതിലുപരി മറ്റുള്ളവർക്കൊരു വഴികാട്ടിയായിട്ടും മറ്റുള്ളവർക്കൊരു സഹായമായിട്ടും പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സമയമാണ് ഇത് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മുടെ ഇതിലെ നമ്മൾ എന്ത് ബന്ധങ്ങളിലായാലും അതൊരു സ്റ്റേബിളായുള്ള അവസ്ഥയിലേക്ക് എത്തി അവിടെ
ഇനി എല്ലാവരും പരിപാലിച്ച് മറ്റുള്ളവരെ എല്ലാവരും പരിപാലിച്ച് ഒരു കുടുംബനാഥൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങൾ മാനസികമായി ഉയരും എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ പുതിയൊരു ഓഫർ, അത് ജോലിയാവാം, അല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന പ്രമോഷനാവാം, അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങൾ നമുക്ക് മുന്നോട്ട് ഇപ്പം ഈ അവസരത്തിൽ വരുന്ന ഒരു അവസരമാണ്. അത് നമ്മൾ ശ്രദ്ധയോടെ അത് സ്വീകരിക്കുകയും അതിന് വേണ്ട എന്താണെങ്കിൽ ചെയ്യുകയും ആ ഒരു അവസരം തട്ടി നിൽക്കാതെ പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഒരു വരുമാന സ്രോതസ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ കാർഡ് നമ്മളെ ഉപദേശിക്കുന്നു. പൊതുവെ ഇന്നൊരു നല്ല ഒരു മാറ്റങ്ങളുടെ ദിവസമാണ്. ആർക്കും അങ്ങനെ വിഷമങ്ങളോ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം സാധിക്കും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കുന്നില്ല. ഈ റീഡിങ് റെസിനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അത് എനേബിൾ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്.